ജീവന്റെ തുടിപ്പുള്ള ഏക ഗ്രഹം എന്നറിയപ്പെടുന്ന നമ്മുടെ ഭൂമിയുടെ ഭാവിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന പഠനവുമായി ശാസ്ത്രലോകം. നിലവിലെ ഭ്രമണപഥത്തിൽ നിന്ന് മാറി ഭൂമിക്ക് സൗരയൂഥത്തിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു പോകാനോ സൂര്യനിലേക്ക് പതിക്കാനോ അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങളുമായി കൂട്ടിയിടിക്കാനോ സാധ്യതയുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ഭൂമി അന്നു മുതൽ നിരവധി പരിണാമങ്ങൾക്ക് വിധേയമായാണ് ഇന്നിവിടെ എത്തിച്ചേർന്നത്. എന്നാൽ അതിന്റെ അന്ത്യം പ്രതീക്ഷിക്കുന്നതിലും നേരത്തെ ആയിരിക്കുമോ എന്ന ആശങ്കയാണ് ഈ പഠനം ഉയർത്തുന്നത്. ഇക്കാറസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനമാണ് ഈ ആശങ്കകൾക്ക് ആധാരം. ആയിരക്കണക്കിന് കമ്പ്യൂട്ടർ സിമുലേഷനുകളെ അടിസ്ഥാനമാക്കിയാണ് ഈ ഗവേഷണം നടത്തിയത്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങൾ മുൻപ് കരുതിയിരുന്നതിനേക്കാൾ സ്ഥിരത കുറഞ്ഞതാണെന്ന് ഈ പഠനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് സമീപ ഭാവിയിൽ തന്നെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ടെന്നാണ് കണ്ടെത്തൽ. ഭൂമിയുടെ ഈ ഭ്രമണപഥ മാറ്റത്തിന് പ്രധാന കാരണം ഭൂമിയുടെ സമീപത്തുകൂടി കടന്നുപോകുന്ന നക്ഷത്രങ്ങളായിരിക്കുമെന്നാണ് പഠനം പറയുന്നത്. അടുത്ത 4 ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ ഭൂമിക്ക് സമീപത്തുകൂടി കടന്നുപോകുന്ന നക്ഷത്രങ്ങൾ ഈ അവസ്ഥയ്ക്ക് കാരണമാകും. ഏകദേശം സൂര്യന്റെ വലിപ്പമുള്ള ഒരു നക്ഷത്രം 10,000 അസ്ട്രോണമിക്കൽ യൂണിറ്റ് ദൂരത്തിലൂടെ കടന്നു പോകുമ്പോൾ ഭൂമിയുടെ ഭ്രമണപഥത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് പഠനം വ്യക്തമാക്കുന്നു. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഏകദേശ ദൂരമാണ്. ഇത് ഏകദേശം 150 ദശലക്ഷം കിലോമീറ്ററിന് തുല്യമാണ്. ഈ ദൂരം വളരെ വലുതാണെങ്കിലും ഒരു നക്ഷത്രത്തിന്റെ ഗുരുത്വാകർഷണ ബലം ദൂരത്തിന്റെ വർഗത്തിന് അനുസരിച്ച് കുറയുമെങ്കിലും ഇത്രയും വലിയൊരു നക്ഷത്രത്തിന്റെ സാമീപ്യം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പര്യാപ്തമാണ്. പഠനം എടുത്തു പറയുന്ന മറ്റൊരു നിർണായക വസ്തുത കടന്നുപോകുന്ന നക്ഷത്രങ്ങൾ ബുധന്റെ ഭ്രമണപഥത്തിൽ വരുത്താൻ സാധ്യതയുള്ള മാറ്റങ്ങളാണ്. ഈ നക്ഷത്രങ്ങൾ മൂലമുണ്ടാകുന്ന ഗുരുത്വാകർഷണ വലിവ് ബുധന്റെ ഭ്രമണപഥത്തിൽ അസ്ഥിരത ഉണ്ടാക്കാനുള്ള സാധ്യത 50 മുതൽ 80% വരെ വർദ്ധിപ്പിക്കാമെന്ന് പഠനം വ്യക്തമാക്കുന്നു. ബുധനാഴ്ച സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമായതുകൊണ്ടും സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹമായതുകൊണ്ടും അതിന്റെ ഭ്രമണപഥത്തിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും മറ്റ് ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. സൗരയൂഥം ഒരു സങ്കീർണമായ ഗുരുത്വാകർഷണ വ്യവസ്ഥയാണ്. ഒരു ഗ്രഹത്തിന്റെ ഭ്രമണപഥത്തിൽ വരുന്ന മാറ്റങ്ങൾ മറ്റ് ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളെയും സ്വാധീനിക്കുമെന്നാണ് ഇതിന് കാരണം. ഭൂമിയുടെ വിവിധ സാധ്യതകളായി വരുന്നതും കൂട്ടിയിടിയും സൂര്യനിലേക്കുള്ള പതനവും സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കൽ ബുധന്റെ ഭ്രമണപഥത്തിൽ മാറ്റം വന്നാൽ അത് ഭൂമിക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പഠനം മുന്നറിയിപ്പ് നൽകുന്നത്. തൽഫലമായി ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ ശുക്രനോ ചൊവ്വയോ ഭൂമിയിൽ ഇടിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പഠനം പറയുന്നു. ഇങ്ങനെയുള്ള കൂട്ടിയിടികൾ ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് കനത്ത ഭീഷണിയാകും. എന്നാൽ ഭൂമി മറ്റൊരു ഗ്രഹവുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത താരതമ്യേന കുറവാണെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഏകദേശം 0.2% മാത്രമാണ്. എന്നാൽ മറ്റു ചില സന്ദർഭങ്ങളിൽ ഭൂമി സൂര്യനിൽ ഇടിച്ചേക്കാമെന്നും പഠനം പറയുന്നുണ്ട്. ബുധന്റെ ഭ്രമണപഥത്തിലെ മാറ്റം മൂലം സൗരയൂഥത്തിലെ ഗുരുത്വാകർഷണ സന്തുലിതാവസ്ഥയിൽ ഉണ്ടാകുന്ന ചെറിയ വ്യതിയാനം പോലും ഭൂമിയെ സൂര്യനിലേക്ക് ആകർഷിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഭൂമി സൂര്യന്റെ അമിത ചൂടിൽ നശിച്ചു പോവുകയും ജീവൻ പൂർണ്ണമായി ഇല്ലാതാവുകയും ചെയ്യും. ഇതുകൂടാതെ ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു സാധ്യതയും പഠനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശുക്രനും ചൊവ്വയും ഭൂമിയെ വ്യാഴത്തിലേക്ക് എറിഞ്ഞേക്കാം എന്നതാണത്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിന് അതിശക്തമായ ഗുരുത്വാകർഷണ ബലമാണുള്ളത്. ബുധന്റെ അസ്ഥിരത കാരണം ശുക്രന്റെയും ചൊവ്വയുടെയും ഭ്രമണപഥങ്ങളിൽ വ്യതിയാനം സംഭവിച്ച് അവ ഭൂമിയെ വ്യാഴത്തിന്റെ ഗുരുത്വാകർഷണ വലയത്തിലേക്ക് തള്ളിവിട്ടാൽ വ്യാഴത്തിന്റെ ഭീമൻ ഗുരുത്വാകർഷണം ഭൂമിയെ സൗരയൂഥത്തിൽ നിന്നും പുറത്തേക്ക് തെറിപ്പിച്ചേക്കാം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ശൂന്യമായ ബഹിരാകാശത്തിലൂടെ അനിശ്ചിതമായി സഞ്ചരിക്കുന്ന ഒരു അലഞ്ഞു തിരിയുന്ന ഗ്രഹമായി ഭൂമി മാറും. സൂര്യപ്രകാശമോ ചൂടോ ഇല്ലാത്ത ഈ അവസ്ഥയിൽ ഭൂമിയിലെ ജീവൻ പൂർണ്ണമായും ഇല്ലാതാകും. ഈ പഠനം ശാസ്ത്രലോകത്തും പൊതുസമൂഹത്തിനും ഒരുപോലെ ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. നിലവിൽ ഈ പഠനം മുന്നോട്ട് വയ്ക്കുന്ന അപകട സാധ്യതകൾ 4 ബില്യൺ വർഷങ്ങളുടെ ദൂരമുണ്ടെങ്കിലും മനുഷ്യരാശിയുടെ ഭാവിക്ക് ഇത് വലിയൊരു ചോദ്യചിഹ്നം ഉയർത്തുന്നുണ്ട്. നിലവിൽ നമുക്ക് അന്യഗ്രഹങ്ങളിൽ ജീവന്റെ സാധ്യതകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭൂമിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പ് അപകടത്തിലാകും. എന്നിരുന്നാലും ഈ പഠനം മുന്നോട്ട് വയ്ക്കുന്ന സാധ്യതകൾ വളരെ വിദൂര ഭാവിയിൽ മാത്രമുള്ളതാണെന്നും കൃത്യമായ നിരീക്ഷണങ്ങളിലൂടെയും കൂടുതൽ ആഴത്തിലുള്ള പഠനങ്ങളിലൂടെയും മാത്രമേ ഈ പ്രവചനങ്ങളുടെ കൃത്യത ഉറപ്പിക്കാൻ കഴിയൂ എന്നും ചില ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സാങ്കേതികവിദ്യയുടെ വളർച്ചയും ബഹിരാകാശ ഗവേഷണ രംഗത്തെ മുന്നേറ്റങ്ങളും ഈ സാധ്യതകളെ മറികടക്കാൻ സഹായിച്ചേക്കാം എന്ന പ്രതീക്ഷയും ചിലർ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രപഞ്ചം എന്നും മനുഷ്യന്റെ ഒരു വലിയ അത്ഭുതമാണ്. അതിന്റെ ഓരോ രഹസ്യങ്ങളും ചുരുളഴിയുമ്പോൾ പുതിയ ചോദ്യങ്ങളും ആശങ്കകളും ഉയരുന്നുണ്ട്. ഭൂമിയുടെ ഭാവിയെക്കുറിച്ചുള്ള ഈ പുതിയ പഠനം പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും പരസ്പര സ്വാധീനത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിനെ കൂടുതൽ വികസിപ്പിക്കുന്നു. ഭൂമിയുടെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ മനുഷ്യരാശിയെ കൂടുതൽ പഠനങ്ങൾ നടത്താനും ബഹിരാകാശ ഗവേഷണത്തിൽ മുന്നേറ്റങ്ങൾ നടത്താനും പ്രേരിപ്പിക്കുമെന്നും കരുതാം. ഈ പഠനത്തിന്റെ കൂടുതൽ വിവരങ്ങളും ഇതിനെക്കുറിച്ചുള്ള തുടർന്നുള്ള ഗവേഷണങ്ങളും വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമായ ചിത്രം നൽകുമെന്നാണ് പ്രതീക്ഷ.